ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് എന്നത്തെ പോലെ തന്നെ വീഡിയോസിൽ കാറുകളെല്ലാം വേഗം പരിചയപ്പെടുത്തി. ഇന്ന് നമ്മുടെ ഞായറാഴ്ച, ഈ ഒക്ടോബർ 19 ഞായറാഴ്ച എന്തെല്ലാം വണ്ടികളുണ്ട് നമ്മുടെ ഷോറൂമിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, എല്ലാ ദിവസവും പോലെ തന്നെ ഫോർച്യൂണർ എന്നുള്ള ഒരാൾ ടെസ്റ്റ് ഡ്രൈവിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഏകദേശം ഓക്കെ എന്നുള്ള കൺസെപ്റ്റാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ റെനോൾട്ടിൻ്റെ ക്യാപ്ചർ ഉണ്ട്. ക്യാപ്ചർ എന്താ പറയുക, കിലോമീറ്റർ ഞാൻ ഓൾറെഡി എല്ലാ ദിവസവും പറയുന്നതാണ്. 71,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 6.9 ലാക്കാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ അതുകൂടാതെ എക്കോസ്പോർട്ട് ടൈറ്റാനിയം പെട്രോളാണ്. പെട്രോള് പ്രത്യേകിച്ച് കേൾക്കണം, പെട്രോള് അത് പ്രൈസിങ് വരുന്നത് 7.25 775 ആണ് പ്രൈസ് വരുന്നത്. പിന്നെ ഹോണ്ട CR-V ഉണ്ട്. CR-V പ്രൈസിങ് വരുന്നത് 2010 മോഡലാണ്. ടെസ്റ്റൊക്കെ കഴിച്ചിട്ട് തരും എന്നുള്ളതാണ് കൺസെപ്റ്റ്. 4 നല്ല ടയറുകൾ, എല്ലാ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ CR-V പോലെയുള്ള വണ്ടികൾ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിലും, അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിക്കുകയോ ചെയ്യുക. നമ്മുടെ നമ്പർ കാര്യങ്ങളൊക്കെ തരുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. 4.85 പ്രൈസ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മേബാക്ക് ബെൻസിൻ്റെത് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള പെട്രോൾ 2008 മോഡൽ വണ്ടി നമുക്ക് പ്രൈസിങ് വന്നിരിക്കുന്നത് 15.5 പിന്നെ ഇന്നോവ ക്രിസ്റ്റ 2016 മോഡൽ സിംഗിൾ ഓണറാണ്. 1,70,70,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 15. ഇനി സെലേറിയോ, അത് ഇന്നലെ അഡ്വാൻസ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൂടാതെ ഈ എമേസ് 2023 എമേസ്, അതേപോലെ 2023 ഗ്ലാൻസ. എമേസിൻ്റെ പ്രൈസ് വരുന്നത് 8.5 ലക്ഷമാണ്. അതേപോലെ ഗ്ലാൻസയും നിയർലി 9.5 ആ ഒരു റേഞ്ചാണ് പ്രൈസ് വരുന്നത്. പിന്നെ ഒരു സ്വിഫ്റ്റ് ഡിസയർ ഉണ്ട്. ഇത് ഞാൻ എല്ലാ ദിവസത്തെയും പോലെ എന്താ പറയുക ഫോക്കസ് ചെയ്ത് പറയുന്നതാണ്. ഈ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ CNG കൂടെ ആഡ് ചെയ്തേക്കുന്നതാണ്. ഒരു 20-21 മൈലേജ് കാര്യങ്ങളുണ്ട്. നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള വണ്ടിയാണ്. 2018 മോഡൽ 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ഈ വാഗണർ 2024 മോഡലാണ്. അതിൻ്റെ പ്രൈസിങ് വരുന്നത് 6.90 ZXi AMT. പിന്നെ നമുക്ക് കുറച്ച് കാറുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ i20 വന്നിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ കാര്യങ്ങൾ നമുക്ക് കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. ഹോണ്ട എമേസ് ഉണ്ട്, അതേപോലെ സ്വിഫ്റ്റ് ഉണ്ട്. സ്വിഫ്റ്റ് വാല്യുവേഷൻ ഇന്നലെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇനി അമേസിൻ്റെ ഒരു വാല്യുവേഷൻ കൊടുത്തിട്ടുണ്ട്. അമേസിൻ്റെ പ്രൈസ് വരുന്നത് 3.40 2014 മോഡൽ. ഒരു 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സ്വിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 64,000 കിലോമീറ്റർ ഓടിയേക്കണ വണ്ടിയാണ്. സിംഗിൾ ഓൺഡ് വണ്ടിയാണ്. ഫിഗോ വരുന്നുണ്ട്. ഫിഗോ വരുന്നത് 1.5 ലക്ഷം രൂപയാണ്. കിലോമീറ്റർ 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ വരുന്ന പഴയൊരു എസ്റ്റീം വരുന്നുണ്ട് 2001 മോഡൽ. ഇതിൻ്റെ പ്രൈസിങ് എത്രയാണെന്ന് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്നും അതിന് ഞാൻ ചോദിക്കാൻ വിട്ടു. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം നാളത്തേക്ക്. പിന്നെ വെൻഡോ വരുന്നുണ്ട്. സെക്കൻഡ് ഓണർ 2018 മോഡൽ. പ്രൈസ് വരുന്നത് 7.55. പിന്നെ അതുകൂടാതെ ഇന്നോവ 2013 വണ്ടി. ഇതിന്ന് കാണാനായിട്ടൊരു ടീം നമുക്ക് കായംകുളത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ വണ്ടികൾക്ക് നമുക്ക് എന്താ പറയുക എൻക്വയറി ഉണ്ട് അത്യാവശ്യം പല ഭാഗത്തു നിന്നും. ഇപ്പോൾ സൺഡേ ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പോൾ അവരെല്ലാവരും ഫാമിലി ആയിട്ട് വരുന്നതും കാണുന്നതൊക്കെ ആ ടൈമിലാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരു 10 to 12 o'clock എന്നുള്ളൊരു ടൈം വെച്ചേക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ പ്രൈസിങ് 1.25 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രൈസിങ് വരുന്നത് 10.5 ആസ്കിംഗ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ക്രെറ്റ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് കിടക്കുന്നുണ്ട്. 10.5 ആസ്കിംഗ് പ്രൈസ് പറയുന്നത്. നെഗോഷ്യബിൾ പ്രൈസാണ്. തേർഡ് ഓണർഷിപ്പാണ്. 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി നല്ല കംഫർട്ട് വണ്ടിയാണ്. പിന്നെ സ്കോഡ റാപ്പിഡ്. ഇത് എന്താ പറയുക, ഒരു എമർജൻസി സിറ്റുവേഷൻ പോലെ കിടക്കുന്നൊരു വണ്ടിയാണ്. 2.15 പ്രൈസിങ് പറഞ്ഞേക്കണത്. ഇതിനൊക്കെ ലോൺ വാല്യുവേഷൻ ഒരു 2.5 വീഴുമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു കയ്യിലൊരു ഫണ്ടും ഇല്ലാതൊരു വണ്ടി കൊണ്ടുപോകാൻ അത്യാവശ്യം നല്ല ട്രാക്കുള്ള ഒരാൾക്ക് സിമ്പിളായിട്ട് സാധിക്കുന്ന വണ്ടിയാണ്. പിന്നെ XUV 500. അപ്പോൾ ഇത് 66,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നമുക്ക് പ്രൈസിങ് വരുന്നത് 6.5 ലക്ഷം രൂപ. 6.5 അല്ല, 6.60 ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. പിന്നെ നമുക്ക് വന്നേക്കണതാണ് സാൻഡ്രോ വരുന്നത് 2010 മെയ്ക്കും 2011 രജിസ്ട്രേഷൻ. 2011 3-ാം മാസം രജിസ്ട്രേഷനുമാണ്. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 1.10. ഇതിൻ്റെ കിലോമീറ്റർ നിയർലി 1 ലാക്കിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ടെന്നുള്ളതാണ് റീഡിങ്. ഓഡോമീറ്റർ മറ്റേ ഡിജിറ്റൽ ടൈപ്പ് അല്ല, പഴയ മോഡലാണ്. അപ്പോൾ ചെറുവണ്ടികൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചൊന്ന് തെളിഞ്ഞ് നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നോക്കിയാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങൾ വേറെ എന്തെങ്കിലും വണ്ടികളുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും വണ്ടികൾ വേണം,
വിൽക്കാനുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് 2012 താഴെ 2012 മുകളിലും 1,00,000 കിലോമീറ്ററിന് താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരാം. നമ്മൾ ചെയ്യുന്നതായിരിക്കും, പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. ഇനി അതുകൂടാതെ നിങ്ങളുടെ വണ്ടിക്ക് നിങ്ങൾ കൂടുതൽ മൂല്യം പിന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പാർക്ക് ആൻഡ് സെൽ പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് വണ്ടികൾ കൊണ്ടുവന്നിടാം, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ നോക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആസ്കിങ് പ്രൈസ്, നിങ്ങൾ ആസ്ക് ചെയ്യുന്ന ആ പ്രൈസിലോട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കച്ചവടം ഉറപ്പിച്ചിട്ട് അതും ഡീലാക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഓഫ് ഫ്രം ഹോക്രാസ്.